ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുക. എളുപ്പം പറഞ്ഞോളൂ, വേണ്ടിയോ പറഞ്ഞോളൂ. ഒരു 5 തക്കാളി, അപ്പം ചെറിയ മുറി തേങ്ങ അമ്മിമ അരച്ചേരി, ഇഞ്ചി വെളുത്തുള്ളി, അപ്പം 5 മുട്ട, വെല്ലുള്ളി, പച്ചമുളക്, ഒരു 2 പച്ചമുളക്. അപ്പം നമ്മുടെ ചട്ടി ചൂടാക്കിക്കാണ്ട് എണ്ണ പാറും. പിന്നെ എന്തൊക്കെ കുട്ടികളെ നല്ല വർത്താനല്ലേ, സുഖം തന്നെയല്ലേ എല്ലാവർക്കും പഠിച്ചാൽ സുഖം തരട്ടെ, എല്ലാവർക്കും സുഖമാകട്ടെ. പിന്നെ എന്തൊക്കെ വർത്താനം. ഇപ്പൊക്കെ തീ പിടിച്ച വില എല്ലാ സാധനം, തൊടാൻ പറ്റുള്ള സാധനം, പച്ചക്കറി ആയാലും അരച്ചായാലും അങ്ങനെ നമ്മൾ ചെറിയവർ കൂട്ടാനുണ്ടാക്കും, അതും കൂടും. നമുക്ക് പിന്നെ കുട്ടികളൊന്നുമില്ല, 2 ആളെ ഇത് പേരക്കുട്ടി, നാത്തൂനുണ്ട പേരക്കുട്ടി, ഓനെ ഇങ്ങനെ ഈടിയെടുക്കും. ഞാൻ പിന്നെ നമ്മളെന്ത് തിന്നുകൊണ്ട് കൂട്ടാൻ ആ കൂട്ടാൻ എന്നും ഉണ്ടാക്കും. പിന്നെന്തൊക്കെ വർത്താനം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ വരാൻ പോകാം. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും നല്ല സാധനം, കൂട്ടുണ്ടാവുക. പിന്നെ കവറായാൽ പിന്നെ കൂട്ടുണ്ടാവും, ഇതിലോ കൂട്ടുണ്ടാവുക. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ആദ്യം 200 രൂപ കിട്ടിയത് ഇപ്പോൾ 275 രൂപ കഴിക്കണം. ഇതിനെ വിലയില്ലാത്ത എല്ലാത്തിനും തീജി മാത്രമേ വേണ്ട. ഇപ്പം ജീവിച്ചെങ്കിൽ തുണി അവിടെ കുറച്ചൊക്കെ മല്ലണ്ണ, ഏത് സാധനം തട്ടിയാലും ഭയങ്കര വില. പിന്നെന്തൊക്കെ വർത്താനം. എണ്ണ ചൂടായിട്ട് 2 മണി ഉലുവിടാം. അത് ചൂടായ ശേഷം ഇതൊക്കെ മൂടി തന്നിച്ചാൽ ലേശം കടുകിടാൻ പോണ്ട കേട്ടോ. ഇന്നെന്തൊക്കെ വർത്താനം. കൊഴുപ്പുള്ളത് അങ്ങനെ പോകണ്ടല്ലേ. ഇത് നമ്മളെ കുട്ടി കേട്ടോ, നമ്മളെ കുട്ടിക്ക് പെരണ്ണായിട്ടില്ല, തറയിട്ടിട്ടുള്ളൂ. 2 പെൺകുട്ടി, ഒരു ആൺകുട്ടി. സുഖമായിട്ട് അങ്ങനെ പോകണം. അപ്പം കടുക് കൊടുത്തിട്ടു. അപ്പോൾ വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ടണം. അത് അടക്കി കൊടുക്കണം. ഇപ്പൊക്കെ മിക്സി വന്നിട്ട് എല്ലാം മിക്സി തന്നെ പെണ്ണുങ്ങൾക്ക്. അമ്മിനെ അറക്കൂല, ചിലപ്പോൾ പരിപാടി നോക്കും, തിരുമ്പാന വാസിന് വിളിക്കണം, ആട്ടാണ മിക്സി. അമ്മിമേ പണ്ടത്തെ മാതിരി അമ്മിമേ അരച്ചാലും കൂട്ടാൻ വെച്ചാലും നല്ല രസേക്കാണ്. അപ്പോൾ ഉള്ളി നല്ലോണം ചോക്കണം. ഇത് എളുപ്പമുണ്ട കറി. ചെറിയവർക്ക് കറി എളുപ്പം. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എളുപ്പമുണ്ടാക്കാൻ കറി. സ്കൂൾ പോയി തറക്കല ഉണ്ടാക്കിയാൽ എളുപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ പറഞ്ഞയക്കാൻ ഉഷാറായിട്ട് ഒരു കറി. പിന്നെ എന്തൊക്കെ വർത്താനം. കുഴപ്പമില്ലാതെ അങ്ങനെ പോകണ്ടല്ലേ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഇത് കേട്ടിക്കാണ്ട് കമൻറ്റ് അയച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ മലയാളം എന്താ ക്ലിയർ ആയിട്ട് പറയുന്നത് അറിയാം. നമ്മുടെ നാട് ഇവിടെ എത്താം, ആന്ധ്ര. ഇവിടെ വന്നിട്ട് 25-27 കൊല്ലമായിട്ട്. മൂപ്പർ അവിടെ കട്ടിക്കൊണ്ടിരിക്കണം. മൂപ്പർ ആദ്യമാണ് ഹോട്ടൽ കച്ചവടം. അപ്പം ഞങ്ങൾക്ക് ഉണ്ടാകാൻ സുഖമില്ലാതെ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ പോയ ശേഷം മൂപ്പർ പള്ളിയിൽ, അമ്പലക്കട പള്ളിയിൽ 5 വർഷമായി. ഹോം ടൂറിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഡിസ്ക് പിടിച്ചാണ്. ഡിസ്ക്രിപ്ഷനിൽ വെക്കണ്ടേ, അത് വെക്കണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, എല്ലാവരും പോയി കാണാം. അങ്ങനെ കുറച്ചൊക്കെ പറയുന്നേ. കുറച്ച് മഞ്ഞപ്പൊടി ഇടാൻ പോകണ്ട കേട്ടോ. മഞ്ഞപ്പൊടി അതിൻ്റെ ശേഷം ഇഞ്ചി ഇടാൻ പോകണ്ട കേട്ടോ. ചെറിയ ഒരു മുറി തേങ്ങ അമ്മിമ അരച്ചിടണം. അമ്മിമ അരച്ചാലും നല്ല രസം ഉണ്ടാവും. ഈ മിക്സിയിലാക്കിയാലേ രസം കുറയും. കൈ കൊണ്ട് അരച്ചാലും
ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം എന്താ സീരിയൽ കാണാനോ എല്ലാം സിനിമ കാണാനോ വാഷിംഗ് മെഷീൻ തിരുമ്പാനാ മിക്സിയിലാക്കാനാ അങ്ങനെയൊക്കെ പരിപാടി നടക്കുന്നു. പണ്ടത്തെ മാത്രം ആരും അതൊന്നും ഇപ്പം ആർക്കും ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ നമുക്ക് വെച്ചാൽ ഇങ്ങനെ വരുന്നുണ്ട്. തക്കാളി ഇടാൻ പോകുന്നു കേട്ടോ, 5 തക്കാളി. ഇപ്പൊക്കെ കറണ്ട് കൊണ്ട് മിനിറ്റ് കൊണ്ട് പനി പറ്റും. നമ്മൾ കുറച്ചൊക്കെ ശരീരം അളവ് കണ്ട് പനിയെടുക്കണം. അപ്പം നമുക്ക് രോഗത്തിന് ഭേദമുണ്ടാവും. ഒരു പനിയില്ലാതെ ഇങ്ങനെ ഒക്കെ കരണ്ടിമേ കഴിച്ചാലും മനസ്സ് രോഗം വരും. അതനുസരിച്ച് ഗുളിക കുടിക്കണം, പല ടൈപ്പ് ഗുളിക കുടിക്കണം. എനിക്കന്നെ ഇപ്പോൾ തൈറോയിഡുണ്ട്, ഷുഗറുണ്ട്, പിന്നെ പ്രഷറുണ്ട്. ഞാൻ പൊന്ന് ചെറുപ്പം തന്നെ ഇനി വാപ്പ മരിച്ചിക്കണം. അപ്പോൾ ഇങ്ങനെ പണിയിട്ട് ജീവിച്ച ആളും മൂപ്പനെ കെട്ടിയിട്ട് വലിയ സുഖമില്ല. മൂപ്പനെ കെട്ടിയിട്ട് അങ്ങനെ ഹോട്ടൽ പോലെ എടുത്തു. അങ്ങനെയൊക്കെ പോകണം, കുഴപ്പമില്ലാതെ അങ്ങനെ പോകണം. അപ്പം നമ്മുടെ ഭരണം ഇങ്ങനെ BJPക്കാരല്ലേ ഭരണം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുള്ളൂ. നല്ല മനുഷ്യന്മാരിനെ നിൽക്കാനായിക്കൂല. പഠിച്ചോൻ കാക്കട്ടെ എല്ലാവരും, ഈശ്വരോട് കാക്കട്ടെ എല്ലാവരും. പഠിച്ചോനെ ഈശ്വര, നിങ്ങൾ ഈശ്വരെ പറയും, ഞങ്ങളെ പഠിച്ചരപ്പി പറയും. അപ്പോൾ കൊത്തി എണ്ണയിലോ തക്കാളി നല്ലോണം ഇതാക്കണം. മല്ലപ്പൊടി 1 സ്പൂൺ കേട്ടോ, മുളകപ്പൊടി മതി 1 സ്പൂണ്. മല്ലപ്പൊടി ഇടാം. മല്ലപ്പൊടി മുളകപ്പൊടി ഇട്ടിന്. പിന്നെ കാശ്മീർ മുളകപ്പൊടി ഉപയോഗിച്ചുള്ളൂ, അത് നല്ല കളറുണ്ടാവും. ഞാൻ സാധാ മുളകപ്പൊടി ഉപയോഗിച്ചുള്ളൂ, അത് നല്ല കളറുണ്ടാവും. ഇത് കളറ് കമ്മുണ്ടാവും. അപ്പോൾ ഉപ്പിടാൻ പോകാം. അകത്തുപ്പിട്ടിക്കണം. പിന്നെ കുറച്ച് അച്ചി മസാല ഉണ്ട് കേട്ടോ, കൂട്ടാൻ നല്ല രസമുണ്ടാവും. ഞാൻ ഒരു 100 ഗ്രാം വാങ്ങാണ്ട് പൊട്ടിച്ചതാ. അത് കുറച്ചിച്ച് അങ്ങനെ എല്ലാ കൂട്ടാനും ഇടും. പിന്നെ എന്തൊക്കെ വറുത്താണ്. അപ്പോൾ ഇതിന് മുട്ടടാൻ പോകട്ടെ. 5 മുട്ട കേട്ടോ, 6 മുട്ട. അപ്പം മുട്ട ഇട്ടിട്ട് അളക്കണം. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടാണ്, മുട്ട കൂട്ടാണ്. എന്തെങ്കിലും പിന്നെ ജീവിച്ചിട്ടുണ്ട് ദുനിയാവിലും, എന്നാലും ഉണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ അരച്ച തേങ്ങ ഇടാൻ പോകുന്നു കേട്ടോ. അത് ചെറിയ ഒരു മുറി അമ്മിമേ അരച്ചിക്കണം. ചെറിയ മുറി അമ്മിമേ തേങ്ങ അരച്ചത്. അപ്പോൾ കുറച്ച് വെള്ളം വരാൻ പോകാം. അപ്പോൾ കുറുങ്ങനെ ചാറ് എളുപ്പം പരിപാടി. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എളുപ്പം പരിപാടി. കുറുങ്ങനെ ചാറ് ആവും. വെള്ളം. ഇന്നത്തെ കൂട്ടാൻ പരിപാടി റെഡി ആയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലമർത്തുക. സപ്പോർട്ടുമാണ് നിങ്ങളിതൊക്കെ. ഹായ്.